കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ സോഷ്യൽ മീഡിയ സംവിധാനത്തിലൂടെ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. ഷാർജ ദൈവസഭയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന കർത്താവിൽ ബഹുമാനിയും ശ്രേഷ്ഠനുമായ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യു ടി ശാമുവേൽ അവர்கள் തന്റെ കുടുംബം, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ബഹുമാന്യരായ മറ്റെല്ലാ കൃതദാസന്മാർ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഈ സഭയിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് ദൈവവചനം സംസാരിക്കാൻ ഇടയായി തീർന്നതിന് മുഖാന്തരമായി തീർന്നത് ഏതാണ്ട് 16 വർഷങ്ങൾക്ക് മുമ്പ് ഇടത്തുവായിൽ നടന്ന ഒരു കൺവെൻഷനിൽ വെച്ച് പരിചയപ്പെട്ട വിൻസെന്റ് എബ്രഹാമും സൗമ്യ വിൻസെന്റ് വാത്സല്യ കുടുംബമാണ്. പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ വെച്ച്, അവരുടെ ഭവനാങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ട ഒരു സുവിശേഷ യോഗത്തിൽ വെച്ചാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുവാനിടയായത്. ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് സഹോദര സ്നേഹത്തെക്കാൾ വലിയ ഒരു ആത്മബന്ധത്തിലേക്കും സ്നേഹത്തിലേക്കും പ്രിയ കുടുംബമായിട്ട്, പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുമിച്ച് സഹകരിപ്പാൻ, അവരുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ ദൈവം നൽകിയ സമയങ്ങളെ ഓർക്കുന്നു. അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വപ്പെടുത്താൻ ഇങ്ങനെ അവസരം ഒരുക്കിയത്. ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കാൻ ഉത്സാഹം കാണിച്ചത് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ വളരെ അനുഗ്രഹീതമായ നിലയിൽ സഭയുടെ എല്ലാ ക്രമീകരണങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ദൈവസഭ ഒരുമിച്ച് വളരെ ചിട്ടയോടുകൂടെ ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഷാർജയിലുള്ള ദൈവസഭയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. എല്ലാവിധമായ സ്ത്രീ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഹൃദയംഗമായി ദൈവസഭയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ പേര് പാസ്റ്റർ പ്രിൻസ് കോശി. എന്റെ സ്വന്തം സ്ഥലം അടൂരിനടുത്ത് മണക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ എന്റെ മാതൃസഭയാകുന്ന മണക്കാല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ശുശ്രൂഷകനായി കഴിഞ്ഞ 3 വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. സെമിനാരിയും മറ്റിതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സഭയിൽ ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ബ്ലസ്സി. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്, ഗാഡ്സൺ ആൻഡ് ഫ്രൈസൺ. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ദൈവഹിതമായ നാളെ മുതൽ 11-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 21 ദിവസങ്ങൾ ഞങ്ങൾ ദൈവസഭയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് സഭയായി സമയങ്ങൾ വേർതിരിച്ച് ദൈവപാത്രത്തിൽ ഇരിക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കിടാൻ കിട്ടിയ അവസരം ഏറ്റവും സന്തോഷകരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ വളരെ കൊതിയോടെ, താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് അടുത്ത് ചെല്ലാം. കർത്താവിനോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എന്റെ പ്രാർത്ഥനാ വേളയിൽ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് നിയോഗം തന്നിരിക്കുന്ന ദൈവവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ബുക്ക് ഓഫ് 1 John chapter 1 verse 6. ബുക്ക് ഓഫ് 1 John chapter 1 verse 6. വാക്യം ഇങ്ങനെയാണ്: അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ, തന്റെ 1-ാമത്തെ ലേഖനത്തിൽ 5 അധ്യായങ്ങളും 105 വാക്യങ്ങളുമുള്ള ഈ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വളരെ പ്രസക്തമായ ഒരു വിഷയം പുതിയ നിയമ സഭയോട് സംവാദിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് ദൈവം തരുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കഴിവിന്റെ പരമാവധി വിശ്വസ്തരായി ദൈവത്തെ സേവിക്കുന്ന ദൈവസഭയോട് ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ബന്ധത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ സഭയാകുന്ന എന്നോടും നിങ്ങളോടും യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്ന വളരെ ഗൗരവമുള്ള ഒരു കാര്യം, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യരുത്. പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആകാൻ പാടില്ല. പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ,
ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പറയാനും ദൈവസന്നിധിയിൽ പറയുന്നത് പോലെ ജീവിക്കാനും എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇല്ല എങ്കിൽ നമ്മെ ഭരിക്കുന്നത് ഭോഷ്കിന്റെ ആത്മാവാണ്, അസത്യത്തിന്റെ ആത്മാവാണ്, ഐശാചിക ആത്മാവാണ് എന്ന് യോഹന്നാൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിച്ചുണർത്തുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവവചന ഭാഗം ഒട്ടും ലളിതമായ ഒരു സന്ദേശമായിരിക്കില്ല. കർണപുടത്തിന് സന്തോഷകരം പകരുന്ന, ആനന്ദം പകരുന്ന ഒരു സന്ദേശമായിരിക്കില്ല ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഈ സന്ദേശത്തിന് മുമ്പിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ ഒരുപാട് ആത്മീയ ദൂതുകളുണ്ട് എന്നതിന് രണ്ട് പക്ഷമില്ല. വളരെ പരിചിതമായ ചില വിഷയങ്ങൾ മാത്രമാണ് ദൈവസഭയോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും എന്റെ വ്യക്തിപരമായ ചിന്തയിൽ ഉദിച്ചുയർന്നതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ലഭിച്ച ദൂതുകളാണ്. ഏറ്റെടുക്കുവാനുള്ള ആവലോടെ, താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് തുറന്നുള്ള നിമിഷങ്ങൾ ദൈവപാദപീഠത്തിൽ ആയിരിക്കാം. കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചിട്ട് ഇരുട്ടിൽ നടക്കുന്ന പ്രകൃതക്കാരായി ഞാനും നിങ്ങളും മാറാൻ പാടില്ല. ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ആത്മീയ ഗോളത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം, ഒരു വശത്ത് പറച്ചിൽ മാത്രവും മറുവശത്ത് ജീവിതത്തെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന രണ്ട് തോണിയിൽ കാലുവെക്കുന്ന ഒരു വല്ലാത്ത അനുഭവം. ഈ COVID-19 ബാധയുടെ കാലഘട്ടത്തിൽ നമുക്കൊന്ന് കണ്ണുണരുവാൻ, ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വരുവാൻ, 2021 പാദമൂന്നിയിരിക്കുന്ന നമുക്ക് പരിശുദ്ധ ആത്മാവ് നൽകുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാനിടയാകട്ടെ. ഈ വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമായ ഒരു സംഭവത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. അതിനകത്ത് പ്രധാനമായും യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന 3 ഉപമകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ ഉപമ 100 ആടുകളുടെ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ കുറിച്ചാണ്, ദ ലോസ്റ്റ് ഷീപ്പ്. അതിനെക്കുറിച്ചാണ് 15-ാമത്തെ അധ്യായത്തിൽ ഒന്നാമത് പരാമർശിച്ചിരിക്കുന്നത്. രണ്ടാമത് പരാമർശിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരു ദ്രഹ്മയെ കുറിച്ചാണ്, ദ ലോസ്റ്റ് കോയിൻ. അതാണ് രണ്ടാമത്തെ കർത്താവിന്റെ ഉപമ. മൂന്നാമത് കർത്താവ് ഈ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ ലോസ്റ്റ് സൺ എന്ന വിഷയമാണ്. അഥവാ നമ്മളൊക്കെ മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്ന ആ കഥാപാത്രത്തിന്റെ, ആ മനുഷ്യന്റെ കഥ. വാസ്തവത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന് 11 മുതലുള്ള വാക്യഭാഗം വായിക്കുമ്പോൾ നാം മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന ആളിന്റെ കഥ അവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് നാം സർവ്വസാധാരണമായി പറയാറുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എന്റെ ദൈവദാസനെ എനിക്ക് മനസ്സിലായത് ഇത് മുടിയൻ പുത്രന്റെ കഥയല്ല, സ്നേഹനിധിയായ ഒരു പിതാവിന്റെ കഥയാണ്. സ്നേഹത്തിന്റെ നിറകുടമായ ഒരപ്പന്റെ കഥയാണ് ഈ 11-ാമത്തെ വാക്യം മുതൽ ഈ കർത്താവ് വിശദമായി വിശദീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ യോഹന്നാൻ 1:6 വ്യക്തമാകാൻ വേണ്ടി അല്പസമയം സംസാരിക്കുവാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് മുടിയൻ പുത്രൻ എന്ന് പറയുന്ന ആ ഇളയ മകനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അപ്പന്റെ സ്നേഹവും ഇളയപുത്രനായ മുടിയൻ പുത്രനെ കുറിച്ചും ഒക്കെ ധാരാളം ചിന്തിക്കാറുള്ള നമ്മോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് അപ്പനെ കുറിച്ചും ഇളയ മകനെ കുറിച്ചും സംസാരിക്കുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടിയും കൂടെ മുമ്പിലോട്ട് കടന്ന് മൂത്ത സഹോദരനെ കുറിച്ചാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ഈ അപ്പന്റെ വീട്ടിലെ മുടിയൻ പുത്രന്റെ ജ്യേഷ്ഠ സഹോദരൻ. ഈ ജ്യേഷ്ഠ സഹോദരന്റെ 2-3 ഗുണങ്ങൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. മുടിയൻ പുത്രന്റെ ചേട്ടൻ, ദൈവത്തിന് സ്തോത്രം, ഇവന്റെ 2-3 ഗുണങ്ങൾ. ഒന്നാമത്തെ ഗുണം, ഇവൻ പിതാവിനെ അനുസരിച്ച് ജീവിക്കുന്നവനാണ്. അപ്പനെ അനുസരിച്ച് ജീവിക്കുന്ന മകനാണ്. താൻ തന്നെ 15-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, 29-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല, ഒരിക്കൽ പോലും നിന്റെ കൽപ്പനയെ ഞാൻ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ
അപ്പനെ പൂർണ്ണമായും അനുസരിക്കുന്ന ഒരു മകനായിരുന്നു ഈ മൂത്ത മകൻ. ഒബേ ചെയ്യാൻ, പിതാവിനെ അനുസരിക്കാൻ, പിതാവ് എന്തു പറഞ്ഞാലും പഞ്ചപുച്ഛമടക്കി അനുസരിക്കാൻ എപ്പോഴും സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു മകനായിരുന്നു മൂത്ത മകൻ. അത് അവന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നാം അംഗീകരിച്ച് മതിയാകും. രണ്ടാമത്തെ അവന്റെ ക്വാളിറ്റി, അവൻ അപ്പന് നിന്ന ഉണ്ടാക്കുന്ന മകനല്ല. അവൻ നിമിത്തം ഇന്നു വരെ അപ്പന് ഒരു അപമാനം ഉണ്ടായിട്ടില്ല. ഈ മുടിയൻ പുത്രന്റെ മൂത്ത സഹോദരൻ നിമിത്തം എന്തെങ്കിലും നാണക്കേട് അപ്പൻ ഉണ്ടായിട്ടുണ്ടോ? ഒരു നാണക്കേടും നാളിതുവരെ അവൻ നിമിത്തം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഇളയ മകൻ തന്റെ സമ്പാദ്യങ്ങളെല്ലാം കൂടെ വിറ്റ് പറക്കിയിട്ടാണല്ലോ ദൂരദേശത്തേക്ക് പോയത്. ഈ അപ്പന്റെ പിതൃസ്വത്ത് വിറ്റ് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദയനീയമായ, ഏറ്റവും നിന്ന ഉളവാക്കുന്ന ഒരു വസ്തുതയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലായാലും കേരളത്തില് വീടും സ്ഥലവും, കുടുംബ വീടും സ്ഥലവും ഒക്കെ വിറ്റ് പോകുക എന്ന് പറയുന്നത് സ്തോത്രം, ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും കടം കയറി മുടിയുമ്പോ, എല്ലാ നിലയിലും നാശമാകുമ്പോ, ഇനി യാതൊരു നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ വീണു സ്ഥലമൊക്കെ വിറ്റുപറക്കി പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? പണ്ട് അപ്പം ഇങ്ങ് മധ്യ തിരുവിതാംകൂറിൽ നിന്നും തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും ഒക്കെ വിറ്റുപറക്കി അങ്ങ് മലബാറിലേക്കൊക്കെ കുടിയേറി പാർത്ത ധാരാളം ആളുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ആ ഗണത്തിലുള്ളവരും കണ്ടെന്ന് വന്നേക്കാം. എനിവേ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ അപ്പന്റെ സ്വത്ത് വിൽക്കുവാനായിട്ട് ഈ മകൻ പോകുമ്പോ വാസ്തവത്തിൽ നാട്ടുകാരൊക്കെ ചോദിക്കും, ഇവൻ ഇത്രയ്ക്ക് ഗതികേടായി പോയോ? ഇവന്റെ വീട് ഇത്രയ്ക്ക് മുടിഞ്ഞു പോയോ? പിതൃസ്വത്ത് വിൽക്കേണ്ടുന്ന ഗതികേട് വന്നോ എന്ന് ചോദിച്ച് എവനെയും എവന്റെ അപ്പനെയും കളിയാക്കുന്ന, പരിഹസിക്കുന്ന അനുഭവമൊക്കെ നാട്ടുകാരുടെ ഇടയിൽ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം. മുടിയൻ പുത്രൻ നിമിത്തം അപ്പനും നാണക്കേടുണ്ടായി. മുടിയൻ പുത്രൻ നിമിത്തം അപ്പനും അപമാനമുണ്ടായി. സമൂഹത്തിൽ തല ഉയർത്താൻ കഴിയാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ വേദനയുണ്ടാക്കുന്ന അവൻ ജീവിത അനുഭവങ്ങൾ അപ്പന് ഈ മുടിയൻ പുത്രൻ നിമിത്തം ഉണ്ടായി എന്നുള്ള സത്യ. പക്ഷേ മറുവശത്ത് മൂത്ത സഹോദരനെ നിങ്ങൾ ശ്രദ്ധിക്കൂ, അവൻ നിമിത്തം ഇന്ന് ഈ നിമിഷം വരെ അപ്പൻ ഒരു നാണക്കേടും ഉണ്ടായിട്ടില്ല. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അപ്പന് ഒരു നാണക്കേടും ഉണ്ടാക്കാതെ ജീവിച്ച മകനാണ് ഈ മൂത്ത മകൻ. മൂന്നാമത്തെ അവന്റെ യോഗ്യത, ഈ മൂത്ത മകൻ നന്നായി അധ്വാനിക്കും. അപ്പന്റെ പുരയിടങ്ങൾ വിറ്റ് അപ്പന് നാണക്കേടുണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അപ്പന്റെ പുരയിടങ്ങൾ മുഴുവനും നന്നായി സൂക്ഷിച്ചവനാണ് ഈ മൂത്ത മകൻ. നന്നായി കൃഷി ചെയ്യുന്നവൻ. ഇളയ മകൻ വന്നതിന്റെ ആഘോഷം വീട്ടിൽ നടക്കുമ്പോഴും മൂത്ത മകൻ എവിടെ നിന്നാ കയറി വരുന്നത്? വയലിൽ നിന്നാണ് കയറി വരുന്നത്. ഉത്തരവാദിത്വമുള്ളവൻ, നന്നായി അധ്വാനിക്കുന്നവൻ, അവൻ അപ്പന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതെ നന്നായി കൈകാര്യം ചെയ്യുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ഈ മൂന്ന് യോഗ്യത പോരായോ പ്രിയപ്പെട്ടവരെ? മൂത്ത മകന് നല്ലൊരു കയ്യടി കൊടുക്കാൻ, മൂത്ത മകനെ നമ്മൾ ബഹുമാനിക്കാൻ ഈ മൂന്ന് യോഗ്യത പോരായോ? ഇനി ഞാനതിനെ ആത്മീയ ചിന്തകളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൻ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ മുടിയൻ പുത്രന്റെ അപ്പൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. സ്നേഹവാനായ ദൈവത്തെയാണ് ഈ പിതാവ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നേഹവാനായ ദൈവത്തെ കാണിക്കുന്ന ഈ പിതാവിന്റെ മൂത്ത മകൻ ദൈവമെന്ന പിതാവിനെ അനുസരിക്കുന്നവനാണ്. ദൈവമെന്ന പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. രണ്ട്, ദൈവനാമത്തിന് അപമാനമുണ്ടാക്കാത്തവരാണ്. ദൈവനാമത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ദൈവിക ഗ്രഹവിചാരകത്വം നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ്. ആത്മീയ ചിന്തകളിലേക്ക് ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തികളെ ഒന്ന് കൊണ്ടുവന്ന് നിർത്തി ചിന്തിച്ചാൽ ഇവനെ പോലെ നല്ലൊരു ആത്മീയൻ വേറെയില്ല. ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല പെന്തക്കോസ്തുകാരൻ, ഒരു നല്ല ആത്മീയൻ, ഒരു നല്ല ഭക്തനായ മനുഷ്യൻ നിങ്ങളോട് യോജിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ സത്യത്തിൽ ദൈവം എന്ന പിതാവിനോടുള്ള ബന്ധത്തിൽ ഈ മൂത്ത മകൻ സത്യത്തിൽ ഒരു സ്പിരിച്വൽ മാനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. യവൻ നല്ലൊരു ആത്മീയനാണ് എന്ന് നമ്മൾ പറയണം, അല്ലെ? ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ആത്മീയൻ, തികഞ്ഞൊരു ആത്മീയൻ, ഭക്തനായ മനുഷ്യൻ. ഒരു കുഴപ്പമില്ല, ഒരു പോരായ്മയില്ല. ഇനി ഇളയ മകന്റെ മൂന്ന് പോരായ്മകൾ കൂടെ ഞാൻ പറയുമ്പോൾ മൂത്ത മകന്റെ ക്വാളിറ്റിയിൽ കുറച്ചുകൂടെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ഇളയ മകന്റെ മൂന്ന് പോരായ്മകൾ: ഒന്ന്, പിതാവിനേക്കാൾ വലുത് അവന് കൂട്ടുകാരാണ്. പിതാവിനേക്കാൾ വലുത് അവന് കൂട്ടുകാരാണ്. അപ്പനേക്കാൾ വലുതാണ് കൂട്ടുകാരൻ. സ്തോത്രം. ഇന്നത്തെ പിള്ളേരുടെ, ന്യൂജൻ പിള്ളേരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണല്ലോ.
അവർക്ക് മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കൂട്ടുകാർ പറയുന്നതിനാണ്. കൂട്ടുകാരെന്ത് പറയുന്നു അതാണ് വേദവാക്യം. കൂട്ടുകാർ പറയുന്ന പോലെ ചെയ്യാൻ, കൂട്ടുകാർ കാണിക്കുന്ന പോലെ ചെയ്യാൻ, കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ. അപ്പനും അമ്മയും ഇങ്ങനെ മുടി വെട്ടണമെന്ന് പറയുമ്പോൾ അമിശ്രം കൂട്ടുകാർ അങ്ങനെ വെട്ടണമെന്ന് പറയും. അമിശ്രം കൂട്ടുകാർ എങ്ങനെ പറയുന്നു അങ്ങനെ വെട്ടും. ദൈവത്തിന് സ്തോത്രം. മുടി വെട്ടുന്നത് കൂട്ടുകാരൻ പറയുന്ന പോലെ, ഡ്രസ്സ് എടുക്കുന്നത് കൂട്ടുകാരൻ പറയുന്ന പോലെ. ഇപ്പൊ അപ്പൊ ഇന്നത്തെ കാലമൊക്കെ മാറി പിള്ളേരെ കൂട്ടുകാരുടെ കൂടെ പോയി ഡ്രസ്സ് എടുക്കുന്ന കാലമായി. കൂട്ടുകാരുടെ കൂടാണല്ല, എല്ലാ കാര്യങ്ങളും കൂട്ടുകാരുടെ കൂടെയാ. അപ്പനും അമ്മയും പറഞ്ഞു വിട്ടിരിക്കുക. അപ്പൊ കൂട്ടുകാരുടെ കൂടെ പോക്കോ. കൊച്ചു പിള്ളേരെ പോലും കൂട്ടുകാരോടൊപ്പം പറഞ്ഞു വിടുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൂട്ടുകാരോടൊപ്പം പോവുക, കൂട്ടുകാരോടൊപ്പം. അവർക്ക് കൂട്ടുകാരാണ് പ്രധാനം. ദൈവത്തിന് സ്തോത്രം. അപ്പനേക്കാൾ പ്രധാനമാണ് കൂട്ടുകാര്, അല്ലെ? വീട്ടുകാരെക്കാൾ പ്രധാനമാണ് കൂട്ടുകാര്. അങ്ങനത്തെ ഒരു പ്രകൃതത്തിലേക്ക് കാലമൊക്കെ മാറി തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. ഈ മുടിയൻ പുത്രനെ സംബന്ധിച്ച് അവന് അപ്പനേക്കാൾ വലുത്, പിതാവിനേക്കാൾ വലുത് കൂട്ടുകാരായിരുന്നു. 2, അപ്പന്റെ ഭവനത്തിൽ അവൻ തൃപ്തനല്ലായിരുന്നു. ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അവന്റെ വീട്ടിനകത്ത് അവൻ തൃപ്തനല്ല. അവൻ പറയുന്നു ഇതെന്തുവായത്, അല്ലെ? നമ്മുടെ ചോദിക്കുന്ന പോലെ ദൈവത്തിന് സ്തോത്രം. അവരെല്ലാത്തിനകത്തും കയറി വിമർശിക്കുക. ഇതെന്തുവാ ഇത് സ്തോത്രം, ഇങ്ങനെയൊക്കെയാണോ എന്നാ ഇത്? ദൈവത്തിന് സ്തോത്രം. കൊച്ചുങ്ങളെല്ലാം they are not satisfied. അവരവരുടെ വീട്ടിനകത്ത് അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ ബെഡിലോ അവരുടെ റൂമിലോ അവരുടെ എന്തിനേറെ പറയുന്നു അതിനകത്തെ പെയിന്റിലോ അതിനകത്ത് ഫർണിഷ് ചെയ്തിരിക്കുന്ന സംവിധാനം ഒന്നും അവരൊന്നിനും സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് ഇന്ന് എന്തൊക്കെയുണ്ട് അതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. ദൈവത്തിന്റെ സ്തോത്രം. അവർക്ക് എവിടെങ്കിലും ഒക്കെ അങ്ങ് പോകണം, എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് പോകണം. ദൈവത്തിന്റെ സ്തോത്രം. ഇതൊന്നും പോരെന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനൊന്നും പോരാ. എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് പോകാൻ അത് മുടിയമ്പുത്രന്റെ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. വീട്ടു വിട്ടങ്ങ് ദൂരോട്ട് പോകാനുള്ള കൊതിയാണ്. ദൈവത്തിന് സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കോവിഡ് ഇങ്ങനെ അതിന്റെ അതിപ്രസരം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ എങ്ങനെയെങ്കിലും കേരളത്തിലോട്ട് വരാൻ നോക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഇങ്ങനെ നാട്ടിലോട്ട് ചാടി പോന്നാൽ മതി, ഇവിടെ ഭയങ്കര സുരക്ഷിതത്വം, ഇവിടെ ആകെപ്പാട് 1-2 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം ആവേശം ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം സത്യം പറഞ്ഞ കേരളത്തിലോട്ട് വരുന്നു പറയുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് പേടിയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിലാണല്ലോ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ധാരാളം ആളുകൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ നാട്ടിലോട്ട് പോകാന്ന് പറയുമ്പോൾ തന്നെ പേടി. ഒരു അച്ഛന് നാട്ടിലോട്ട് വരാനായിട്ട് സാക്ഷ്യമൊക്കെ പറഞ്ഞു, ഞാനും പ്രാർത്ഥിച്ചോളാം, ദൈവം സുരക്ഷിതമായിട്ട് കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. പേടിപ്പിക്കൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോ നമ്മളും ആളുകൾക്ക് പേടിയാണ് നാട്ടിലോട്ട് വരാൻ. ഒരു സമയത്ത് നാട്ടിലോട്ട് വരാനായിരുന്നു ഇഷ്ടം. എനിവേ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ മനുഷ്യൻ, ഈ പയ്യനെ സംബന്ധിച്ച്, ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവന് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല. അവന് പുറത്തോട്ട് പോകണം, ദൂരെ പോകണം. എവിടെ പോകണം? ദൂരെ പോകണം. അതിനു വേണ്ടിയിട്ട് അവൻ ഒത്തിരി പരിശ്രമങ്ങളും അധ്വാനങ്ങളും ഒക്കെ ചെയ്യുകയാണ്. അപ്പന്റെ വീട് വിട്ടിട്ട് ദൂരേക്ക് പോകാൻ അവൻ ആഗ്രഹിക്കുന്നു. 3-മത്തെ അവന്റെ ഒരു പ്രശ്നം, ജോലി ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ സുഖമായിട്ട് ജീവിക്കണം. ജോലി ചെയ്യാൻ പാടില്ല, മെയ് അനങ്ങാതെ ശാപ്പാടടിക്കണം. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എല്ലാവരും ലാഭമായിരിക്കണം. ജോലി ചെയ്യാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോ എല്ലാവരും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കോവിഡിന്റെ അവസരം ഒരു ഇമ്പാക്റ്റ് ആയിട്ട് വർക്ക് ഫ്രം ഹോം എന്നുള്ള സംവിധാനത്തിലേക്ക് വന്നിരിക്കുക. അപ്പൊ ഈ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഒരു സൈഡിൽ കൂടെ വർക്ക് നടക്കുന്നുണ്ട്, മറു സൈഡിൽ കൂടെ ശാപ്പാട് നടക്കുന്നുണ്ട്. ഒറ്റ ഒരെണ്ണത്തിന് ഇപ്പൊ ഷർട്ട് ചേരത്തില്ല, പാന്റ് ചേരത്തില്ല. ദൈവത്തിന് സ്തോത്രം. പിള്ളേർ തുടങ്ങി വലുത് വരെ എല്ലാ 5-8-10 കിലോ കൂടി. ദൈവത്തിന് സ്തോത്രം. ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സംവിധാനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അവസരം ശാപ്പാട് കുറയുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. വീട്ടിലാകുമ്പോ അമിതം ഇഷ്ടം പോലെ കഴിക്കുക. ഇപ്പൊ തന്നെ അമിതം ഈ ആരാധന പോലും വീടുകളിലായിരിക്കുകയാണ്. സൂമിൽ കൂടെ വീട്ടിലിരുന്നുകൊണ്ട് ആരാധനയെ സംബന്ധിക്കുക. വളരെ ചിട്ടയോടുകൂടെ വെള്ള വസ്ത്രം തന്നെ ധരിച്ച് കയ്യിൽ വേദപുസ്തകം പിടിച്ചുകൊണ്ട് ഭക്തിയോടും പ്രാർത്ഥനാന്തരീക്ഷത്തോടും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഇപ്പൊ 1-2 വീഡിയോ ഒക്കെ ഓണായി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് ആത്മാവിൽ ഗ്രഹിച്ചെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വീഡിയോ ഓൺ ചെയ്യാൻ പോലും മനസ്സില്ലാതെ പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകൾ ഇന്ന് ഈ മീറ്റിംഗിനകത്ത് ഉണ്ട്. അവരുടെ മുമ്പിൽ ഇപ്പൊ നോക്കിയാലും കാണും ദൈവത്തിന് സ്തോത്രം 3-4 ചിക്കൻ കാല്. ദൈവത്തിന് സ്തോത്രം.
എന്തെങ്കിലുമൊക്കെ കുറിക്കാനും കഴിക്കാനും ഒക്കെ ഉള്ളത് അവരുടെയൊക്കെ മുമ്പിൽ ഇപ്പൊ കാണും എന്നുള്ള കാര്യത്തിന് രണ്ടു പക്ഷം ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കാതെ ജീവിക്കാനുള്ള ഒരു പ്രവണത ഇവിടെ ഈ മുടിയൻ പുത്രന്റെ ഹൃദയത്തിനകത്ത്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മുടിയൻ പുത്രന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. 1, അവന് പിതാവിനേക്കാൾ വലുതായിരുന്നു കൂട്ടുകാര്. 2, പിതാവിന്റെ ഭവനത്തിൽ അവൻ തൃപ്തനായിരുന്നില്ല, ദൂരേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചു. 3, ജോലി ചെയ്യാതെ ഉപജീവിക്കണം എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അതായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. ഈ കാര്യം വെച്ച് നോക്കുമ്പോ ദൈവം എന്ന പിതാവിനോടുള്ള ബന്ധത്തിൽ ഈ മനുഷ്യനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം എന്ന പിതാവിനെ വെച്ചിട്ട് മുടിയൻ പുത്രനെ ചിന്തിച്ചു നോക്കിക്കേ. പിതാവുമായിട്ട് പിതാവ് പറയുന്നതിനേക്കാൾ കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ, പിതാവിന്റെ വീട് ഇഷ്ടപ്പെടാത്തവൻ, പിതാവുമായിട്ട് ബന്ധം ഇഷ്ടപ്പെടാത്തവൻ, ആത്മീയവും പ്രാർത്ഥനയും ആരാധനയും വേണ്ടാത്തവൻ, ദൈവത്തെ വേണ്ടാത്തവൻ, ഉപവാസം വേണ്ടാത്തവൻ, പ്രാർത്ഥന വേണ്ടാത്തവൻ, ദൈവഭയമില്ലാത്തവൻ, നമ്മുടെ വീക്ഷണത്തിൽ പറഞ്ഞാൽ പിന്മാറ്റക്കാരൻ, അനാത്മീയൻ, ജഡീകൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു പൊസിഷൻ. അതേസമയം മൂത്ത മകൻ, അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അപ്പന് നിന്നയുണ്ടാക്കാത്തവൻ, അവന്റെ സ്വത്ത് സംരക്ഷിക്കുന്നവൻ, അപ്പന് വേണ്ടി ജോലി ചെയ്യുന്നവൻ, അധ്വാനിക്കുന്നവൻ. ഈ 2 വ്യക്തികളും 2 ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 സഹോദരന്മാർ. സ്നേഹവാനായ അപ്പൻ. ഇനിയാണ് നമ്മുടെ ഗൗരവമുള്ള ചിന്തയിലേക്കും നമ്മുടെ വാക്യത്തോടുള്ള ബന്ധത്തിലേക്കും നാം വരാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. ഈ ഇളയ മകൻ അപ്പന്റെ കാഴ്ചയിൽ നിന്നും അകന്ന് തനിക്കുണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യങ്ങളും തനിക്ക് അർഹമായി ലഭിക്കേണ്ടുന്ന മുഴുവൻ നന്മകളും വാങ്ങിച്ച് വിറ്റു പറക്കിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയി. അർത്ഥാൽ അവൻ അപ്പന്റെ കാഴ്ചയ്ക്ക് മറഞ്ഞുപോയി. അപ്പന്റെ കാഴ്ചയിൽ നിന്ന് അവൻ ദൂരേക്ക് പോയി. എന്നാൽ അപ്പന്റെ കൂടെ അപ്പന് നാണക്കേടുണ്ടാക്കാതെ, അപ്പൻ പറയുന്നതൊക്കെ അനുസരിച്ച് അപ്പന്റെ കൂടെ താമസിക്കുന്നവൻ അപ്പന്റെ കാഴ്ചയ്ക്കപ്പുറത്തേക്ക് പോയില്ലെങ്കിലും അപ്പന്റെ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് പോയി. അപ്പന്റെ കാഴ്ചയ്ക്കപ്പുറത്തേക്ക് പോയ മുടിയനായ പുത്രനും അപ്പന്റെ കൂടെ ഉണ്ട് എന്ന് അവകാശപ്പെട്ടിട്ട് അപ്പന്റെ കാഴ്ചപ്പാടിലേക്ക് വരുവാൻ കഴിയാത്ത മൂത്ത മകനും. പുറമേ ഉള്ള വീക്ഷണത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നഷ്ടപ്പെട്ടത് മുടിയൻ പുത്രനും ആത്മീയനായിരിക്കുന്നത് മൂത്ത മകനുമാണ്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചാൽ, ഗൗരവമായി നമ്മൾ ആ വിഷയം ഒന്ന് പഠിച്ചാൽ, മൂത്ത മകൻ ഇന്നുവരെ അപ്പന്റെ കാഴ്ചപ്പാടിലേക്ക് വരുവാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? അപ്പനെ സംബന്ധിച്ച് അപ്പൻ ഏറ്റവും വലുത്, അപ്പൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് റിലേഷൻഷിപ്പിനാണ്. പക്ഷേ മകൻ അല്ലെങ്കിൽ മക്കൾ പ്രാധാന്യം കൊടുക്കുന്നത് റിസോഴ്സസിനാണ്. അപ്പന് റിലേഷൻഷിപ്പാണ് പ്രധാനം. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ, റിലേഷൻഷിപ്പ് സൂക്ഷിക്കുവാൻ, അറ്റുപോയെങ്കിലും നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പിനെ പുതുക്കിയെടുക്കാൻ, അതിനെ പുനഃസ്ഥാപിക്കാൻ അപ്പൻ തയ്യാറാകുമ്പോ അവൻ റിലേഷൻഷിപ്പിനേക്കാൾ വലുതാണ് റിസോഴ്സസ് എന്ന് ചിന്തിക്കുന്ന വീക്ഷണമായിരുന്നു മകന്റേത്. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഒരിക്കൽ മൂത്ത മകൻ വയലിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് വരുമ്പോ, തന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോ വീട്ടിൽ ഭയങ്കര ആഘോഷം നടക്കും. വീട്ടിൽ ഭയങ്കര ഒരു ആഘോഷവും കൊട്ടുംപാട്ടും ഒക്കെ ആയിരിക്കാം, നമുക്കങ്ങനെ ചിന്തിക്കാം. ഭയങ്കര ആഘോഷമൊക്കെ നടക്കുന്നത് കണ്ടുകൊണ്ട് അവൻ ദാസന്മാരോട് ചോദിച്ചു, എന്താണ് അവിടെ ഒരു ഭയങ്കര ആഘോഷം നടക്കുന്നത്, എന്താ സംഭവം, കാര്യം എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ഒരു വീക്ഷണം, നമ്മുടെ നാട്ടിൻപുറത്തിലെ ഒരു ചിന്തയിൽ പറയാൻ അവതരം വീട്ടിൽ ഇത്രയും ആഘോഷമൊക്കെ നടക്കാൻ കാരണം, ഒന്ന്, അവർക്ക് ചിലപ്പോൾ അപ്പന് കർഷകശ്രീ അവാർഡ് വല്ലതും കിട്ടിയതായിരിക്കാം. കർഷകശ്രീ അവാർഡ് വല്ലതും കിട്ടിയതിന്റെ ആഘോഷമായിരിക്കാം നടക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വല്ല കുക്കറി ഷോയിലും അവാർഡ് കിട്ടി കാണും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ അപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ പറയാൻ അതല്ലായിരുന്നു, കുക്കറി ഷോയുടെ ബഹളമാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മയ്ക്ക് വല്ല കുക്കറി ഷോ അവാർഡ് കിട്ടിയതായിരിക്കും എന്നതിന്റെ. ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ കർഷകശ്രീയും അല്ല, അമ്മയുടെ കുക്കറി ഷോയും അല്ല. പിന്നെ എന്തോ അവിടെ നടക്കുന്നേ? ദാസൻ പറഞ്ഞു, മോനെ, നിന്റെ വീട്ടിൽ നടക്കുന്നത് നിന്റെ സഹോദരൻ നിന്നെ വിട്ടിട്ട്, അപ്പനെ വിട്ടിട്ട്, വീട് വിട്ടിട്ട് ദൂരവേ പോയിരുന്ന നിന്റെ സഹോദരനുണ്ടല്ലോ, ആ മുടിയൻ പുത്രൻ, അവൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ജീവനോടെ മടങ്ങി വന്നതിൽ അപ്പന് അടക്കാൻ വയ്യാത്ത സന്തോഷം വന്നിട്ട് അപ്പൻ അതൊരു ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ്. നിന്റെ സഹോദരൻ മടങ്ങി വന്നതിന്റെ ആഘോഷമാണ് വീട്ടിനകത്ത് നടക്കുന്നത്. ഈ അന്ന് ബാല്യക്കാരൻ വന്ന് അവൻ മൂത്ത മകനോട് പറയുമ്പോ, മൂത്ത മകൻ അപ്പൻ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കാതെ പെരുവിരലേന്ന് വിറച്ചു കയറി കോപം നിറഞ്ഞവനായിട്ട് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ആത്മീയം വെളിപ്പെടുന്ന രംഗം വരിക കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ 3 ക്വാളിറ്റി വെച്ചാൽ ഈ പുള്ളിയെ സഭയുടെ സെക്രട്ടറി ആക്കാം നമുക്ക്. പക്ഷേ ഈ പുള്ളിയുടെ അടുത്ത സ്വഭാവം പറയുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ചിന്തിച്ച് മാത്രം പറഞ്ഞാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരൻ മുടിയമ്പുത്രൻ തിരിച്ചു വന്നെന്നുള്ള വാർത്ത കേട്ടപ്പോൾ, അപ്പൻ ആഘോഷിക്കുന്ന വാർത്ത കേട്ടപ്പോ പെരുവരലേതങ്ങോട്ട് വിറകറാൻ തുടങ്ങി. പുള്ളിക്ക് ദേഷ്യവും കോപവും വന്നിട്ട് അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ചിലരൊക്കെ എന്നെ നോക്കുന്നു. അപ്പൊ കോപം വരുമ്പോൾ പലരും പല നിലയിലാണ് പ്രതികരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വിറയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കൈ കിട്ടുന്നവരൊക്കെ എടുത്ത് എറിയുന്നവരെ കണ്ടിട്ടുണ്ട്. എന്ത് കിട്ടിയാലും എടുത്ത് എറിയുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. കോപം വരുമ്പോൾ പല നിലകളിലാണ് റിയാക്ട് ചെയ്യുന്നത്. തന്നെത്താൻ തല്ലുന്നവരെ കണ്ടിട്ടുണ്ട്. ഒത്തിരി നിലയിലാണ് പ്രതികരിക്കുന്നത്. അവരവർ എങ്ങനെയാന്നുള്ളത് അവരവർ തന്നെ ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ മനുഷ്യന് കോപം അങ്ങോട്ട് വന്ന് കോപം അങ്ങോട്ട് കേറി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. എന്താ കോപത്തിന്റെ കാരണം? അപ്പൻ അവനെ സ്വീകരിച്ചു. ആ മുടിയൻ പുത്രനെ അപ്പൻ സ്വീകരിച്ചു. വീടെന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ഒരു സംഗമ സ്ഥലമാണെന്നുള്ളതായി മൂത്ത മകന്റെ ചിന്ത. കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കാൻ പോയ, സ്വത്തം അനാവിധമാക്കി കളഞ്ഞ, പാപത്തിൽ ജീവിച്ച ഒരുത്തനും വീട്ടിനകത്ത് സ്ഥാനമില്ല. അങ്ങനെ ഒരുത്തനെ വീട്ടിൽ വേണ്ട. വീട്ടിനകത്ത് വിശുദ്ധന്മാര് മാത്രം മതി. എന്നെ പോലെ അപ്പനെ അനുസരിച്ച് ജീവിക്കുന്ന, നന്നായി ജീവിക്കുന്നവര് മാത്രം മതി വീട്ടിനകത്ത്. തോന്നിയതുപോലെ ജീവിച്ച ഒരുത്തനും വീട്ടിനകത്ത് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഈ മൂത്ത സഹോദരനുള്ളത്. ഒരു പക്ഷെങ്കിൽ ഈ അഭിപ്രായത്തിൽ യോജിക്കുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ എന്നെ കാണുന്നുണ്ടായിരിക്കാം. വീടെന്ന് പറയുന്ന ദൈവത്തിന്റെ സഭ, ആ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ പിതാവിന്റെ സ്നേഹത്തിനകത്ത് പാപത്തിൽ ജീവിക്കുന്ന ഒരുത്തനും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശുദ്ധനാണ്, എന്നെ പോലുള്ളവർ മാത്രം മതി ഇതിനകത്തെന്ന് സ്വയം പ്രഖ്യാപിത വിശുദ്ധന്മാർ ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയാം, താങ്കൾ ഇന്നുവരെയും അപ്പന്റെ വീക്ഷണത്തിലേക്ക് വന്നിട്ടില്ല. അവൻ കൈകൊട്ടും പാട്ടും ആരാധനയും ഉണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പനെ നിന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ താങ്കൾ ഇന്നുവരെയും അപ്പന്റെ കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ആത്മീയന്റെ ക്വാളിറ്റിയിലേക്ക് വന്നിട്ടില്ല. Praise the Lord. Hallelujah. വിഷയങ്ങൾ വരുമ്പോഴാണ്, ഒരു വിഷയത്തോടുള്ള ഒരു തന്നെ പ്രതികരണം കാണുമ്പോഴാണ് അവൻ ആരാണെന്ന് വ്യക്തമാക്കുന്നത്. വിഷയങ്ങളോടുള്ള പ്രതികരണം നമ്മുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നു, നമ്മൾ ആരാന്ന് വെളിപ്പെടുത്തുന്നു. ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. ദേഷ്യപ്പെടേണ്ടെന്ന ഒരു കാര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോ പൂച്ചയെ പോലെ ജീവിക്കുന്ന ഒരുവനാണ് ഇവൻ എന്നുള്ള അഡ്രസ് വാങ്ങിക്കാൻ എന്താ പ്രയാസം? ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവൻ കോപം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അവൻ ദേഷ്യപ്പെടേണ്ടുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആത്മീയരാണോ ഇല്ലയോ എന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. നമ്മൾ പ്രതികരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ എവിടെയൊക്കെ പ്രതികരിക്കുന്നോ, എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നോ, അതാണ് നമ്മൾ. അപ്പോഴാണ് അറിയുന്നത് നമ്മൾ ആരാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് നിർത്തുകയാണ്. അവതരം ഇതിന്റെ കൂടുതൽ ആ ഭാഗം വിശദീകരിക്കാൻ പോയാൽ ആകെ കുഴപ്പമാകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ഈ മൂത്ത മകൻ ഇവിടെ നിന്നുകൊണ്ട് കോപാകുലനായി നിൽക്കുക. എന്റെ ചിന്ത, എന്റെ മതിപ്പാസ്റ്റേ, ഈ മുടിയംപുത്രൻ വന്നത് ഇനി ചേട്ടന്റെ കെയർ ഓഫിൽ അങ്ങ് വീട്ടിലോട്ട് ചെല്ലാം എന്നുള്ള വിചാരത്തിൽ വയലുവഴിയെങ്ങാനും ഈ മുടിയംപുത്രൻ വന്നിരുന്നെങ്കിൽ എന്റെ പൊന്നെ അവനെ തല്ലിക്കൊന്ന് കണ്ടെത്തി താത്തേനും ഒരു സംശയം വേണ്ട. ദൈവത്തിന് സ്തോത്രം. അത്രയ്ക്ക് കലിപ്പ ഈ മൂത്തവന്, ഈ മുടിയംപുത്രനോട് അത്രയ്ക്ക് ദേഷ്യമാണ്. യവൻ പറയുന്ന വാചകമൊക്കെ കേട്ടു. യവൻ പോയി സ്വത്തെല്ലാം നാനാവിധമാക്കി വേശ്യമാരോടൊത്ത് അവൻ ജീവിതം തുലച്ച് നശിപ്പിച്ചിട്ട് വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ദേഷ്യപ്പെടുക. ഇപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ എന്റെ ഒരു ചോദ്യം, എടാ ഇയാളുടെ സ്വത്ത് വല്ലതും വാങ്ങിച്ചോണ്ടാണോ അവൻ പോയെ? ഈ മൂത്തവന് കിട്ടേണ്ടത് വല്ല ആണോ ഇളയവൻ കൊണ്ടുപോയി? എവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോയോ? അവന് ന്യായമായിട്ട് കിട്ടേണ്ടത് വാങ്ങിച്ചോണ്ട് അവൻ പോയി. ഇയാളുടെ സ്ത്രീധനത്തൊന്ന് സ്വത്തൊന്ന് വാങ്ങിച്ചോണ്ടല്ല അല്ല പോയി. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? എന്റെ സജി ബ്രദറെങ്കിലും പറ. ദൈവത്തിന്റെ സ്തോത്രം. യവന്റെ സ്ത്രീധനം വാങ്ങിച്ചോണ്ടാ മുടിയമ്പുത്രൻ പോയി? അല്ലല്ലോ. സ്തോത്രം. പിന്നെന്തിനാ യവൻ ഇത്ര ദേഷ്യം? ചിലർക്ക് അങ്ങനെ
ചിലർക്ക് അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞങ്ങ് വിടുക. നമ്മെ നിങ്ങൾ പലരെയും ഭൂരിഭാഗം ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മെ സ്തോത്രം ഇതിൽ ഈ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. ആ ഒരു ലിമിറ്റിനകത്ത് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ സ്തോത്രം, എൻ്റെ ആത്മീയത തെളിയിക്കാൻ വേണ്ടി മറ്റുള്ളവന്റെ കുറ്റവും കുറവും ഉയർത്തി കാണിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അത് ബാലിശമാണ്. അത് അംഗൻവാടി പിള്ളേരുടെ പരിപാടിയാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവന്റെ കുറ്റവും കുറവും ഒക്കെ ഉയർത്തി കാണിച്ചിട്ട് ഞാൻ അവനേക്കാൾ ബെറ്ററാണ്, ഞാൻ അവനേക്കാൾ ആത്മീയനാണ്, ഞാനാണ് ആത്മീയൻ, അവനെ നോക്കുക. അത് കണ്ടോ, അത് പരീക്ഷനും ചുങ്കക്കാരോട് പ്രാർത്ഥിക്കാൻ ചെല്ലുക. അവരുടെ പരീക്ഷയുടെ പ്രാർത്ഥന മുഴുവൻ എന്തോ, ദൈവമേ കണ്ടോ, യവനെ കണ്ടോ, യവനെ കണ്ടോ, യവനെ കണ്ടോ, യവൻ ശരിയല്ല, യവൻ ശരിയല്ല, ഞാൻ ഭയങ്കര ഭക്തനാ, ഞാൻ ഭയങ്കര ആത്മീയനാ, സൂം തുറന്നാൽ ഞാനുണ്ട്, വീഡിയോ ഞാനുണ്ട് മുമ്പില്, അവർ പ്രാർത്ഥനയ്ക്ക് ഞാനാ മുമ്പില്, ദശാംശം എന്റെ പേരാ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ആത്മീയനാകാൻ ശ്രമിക്കരുത്. എനിക്ക് നിങ്ങൾക്ക് മാർക്കിടുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് മറന്നു പോകല്ലേ. എന്നെയും നിങ്ങളെയും അവത് തൂക്കി നോക്കുന്നത്, അളന്നു നോക്കുന്നത് ഈ ലോകത്തിലെ ആരുമല്ല, മെഷർമെന്റ് അപ്പന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഓർത്തോണം. അവൻ അളന്നു നോക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് മറന്നു പോകല്ലേ. ആ കർത്താവിന് മുമ്പിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ഇന്ന് രാത്രിയിൽ ഒന്ന് ശ്രമിച്ച് മതിയാകുള്ളൂ പ്രിയരെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവന് ഈ ഇളയ സഹോദരനോട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവനിങ്ങനെ സ്വത്തെല്ലാം നാനാവിധമാക്കി കളഞ്ഞ് നാശമാക്കി പോയവനോട് ഒട്ടും ദയ കാണിക്കാൻ, ഒട്ടും മനസ്സലിവ് കാണിക്കാൻ ഈ മൂത്ത സഹോദരന് പറ്റുന്നില്ല. The father has the compassion, but the brother has the criticism. ഈ സഹോദരനെ ഇവനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. പക്ഷേ പിതാവിന്റെ ഹൃദയം നിറയെ കമ്പാഷനാണ്, മനസ്സലിവ്, ദയ, കമ്പാഷൻ. അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നുള്ള സത്യമാണ്. അപ്പന് യാതൊരു നിന്ദ ഉണ്ടാക്കുന്നില്ലെന്നത് സത്യമാണ്. അപ്പന്റെ വീക്ഷണത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂത്ത മകന്റെ നിൽപ്പ്. കമ്പാഷൻ ഉള്ള ഒരു അപ്പന്റെ അടുക്കൽ ക്രിറ്റിസിസം ഉള്ളൊരു മകൻ പറയുന്നതോ ഞാൻ അപ്പന്റെ ഇഷ്ടപുത്രനാണെന്ന്, പേരോ ഞാൻ ആത്മീയനാണെന്ന്. ഹല്ലേലൂയ. മനസ്സലിവുള്ള അപ്പനെ വിമർശിക്കുന്ന മക്കൾ ചേരുവോ പ്രിയരെ? ചിലപ്പോൾ ചിലരെ നോക്കിയിട്ട് നമ്മൾ ചോദിക്കത്തില്ലേ, ചില പിള്ളേരെ നോക്കിയിട്ട് നമ്മൾ ചോദിക്കത്തില്ലേ, ഈ അപ്പന്റെ മോൻ തന്നെയാണോടാ നീ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ചിലരുടെ സ്വഭാവം കാണുമ്പോൾ നമ്മൾ അങ്ങ് അറിയാതെ ചോദിച്ചു പോകും, ഈ അപ്പന് തന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പന്റെ മന്നെയാണോ? ചോദിച്ചു പോകാറില്ലേ? അങ്ങനെ ചോദിക്കേണ്ട ഗതിയാണ് ഇതിനകത്ത്. ഭയങ്കര ആത്മീയനൊക്കെയാ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊക്കെ പോന്നെ എന്റെ തോമസ. പക്ഷെ അപ്പന്റെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയ അവന്റെ സ്വഭാവം. ഹല്ലേലൂയ. ഞാനച്ച് ലളിതമായിട്ട് കാര്യം പറയുന്നെങ്കിലും അതിന് ഗൗരവം ദൈവസഭ ഏറ്റെടുത്തോണേ. വളരെ ഗൗരവത്തോടുകൂടെ പുതിയ നിയമസഭയോട്, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഷാർജ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സംവാദിക്കുന്നു. അപ്പന്റെ കാഴ്ചപ്പാടിലേക്ക് ഞാൻ നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടെന്നുള്ള ന്യായം ശരിയാ, സ്നാനപ്പെട്ടെന്നുള്ള ന്യായം ശരിയാ, അഭിഷേകം പ്രാപിച്ചെന്നുള്ള ന്യായം ശരിയാ, അപ്പന് നിന്ന ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ശരിയാ, അപ്പനെ അനുസരിച്ച് ജീവിക്കുന്നുള്ളത് ശരിയാ. പക്ഷെ അപ്പന്റെ കാഴ്ചപ്പാടിലേക്ക് വരാത്രത്തോളം കാലം, അപ്പന്റെ കാഴ്ചപ്പാടിന് ഘടകവിരുദ്ധമായി നിന്നാൽ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടുമായിട്ട് ആത്മീയം അഭിനയിച്ച് തീർക്കാനുള്ളതല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില നിഷ്കളങ്ക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയിട്ട് ആത്മാവിൽ ദൂത് പറയുന്നു, അപ്പന്റെ കാഴ്ചപ്പാടിലേക്ക് വരണം. അപ്പൻ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കാൻ തയ്യാറാകണം. അപ്പൻ ഉൾക്കൊള്ളുന്നവനെ ഞാനും ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അപ്പന്റെ ഹൃദയം വേണം എനിക്ക്, അപ്പന്റെ ഹൃദയം വേണം എനിക്ക്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഹൃദയം എനിക്ക് വേണം. എത്ര പേർ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? അവൻ അപ്പന്റെ ഹൃദയം
ഹൃദയം എനിക്ക് വേണം കർത്താവേ. അപ്പൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ, ദൈവമേ അങ്ങ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ, അങ്ങ് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ, അങ്ങ് ഉൾക്കൊള്ളുന്ന പോലെ ഉൾക്കൊള്ളാൻ, അങ്ങ് വിഷയങ്ങളെ സമീപിക്കുന്ന പോലെ സമീപിക്കാൻ, അങ്ങയുടെ വീക്ഷണത്തിലേക്ക് വരാൻ, അങ്ങയുടെ കാഴ്ചപ്പാടിലേക്ക് വരാൻ. പേരിനൊരു ആത്മീയത പോരാ. വീട്ടിനകത്ത് ഉണ്ട്, അപ്പന്റെ ഇഷ്ടത്തിൽ ഉണ്ട്, ശരിയാ. പക്ഷെ പേരിന് നിന്നാ പോരാ, പേരിന് നിന്നാ പോരാ, പോരാ, പോരാ. അവൻ ദൈവത്തിന്റെ ആത്മ പറയുന്നു, പേരിന് നിന്നാ പോരാ. വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും ആയ പോരാ. ഇന്ന് രാത്രിയിലൊന്നും മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. Praise God. Praise God. Hallelujah. അപ്പന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ കഴിയാത്ത മൂത്ത മകൻ. അപ്പനകത്ത് സന്തോഷിക്കുമ്പോൾ അപ്പന്റെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അപ്പന്റെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല? അപ്പന്റെ വീക്ഷണത്തിലേക്ക് വരാത്തതുകൊണ്ട്, അപ്പന്റെ കാഴ്ചപ്പാടിലേക്ക് വരാത്തതുകൊണ്ട്, അപ്പന്റെ ദർശനം, അപ്പന്റെ ഹൃദയം മകൻ പ്രാപിക്കാത്തതുകൊണ്ട് അപ്പനോടൊത്ത് സന്തോഷിക്കാൻ പറ്റുന്നില്ല. നാളുകൾ ഏറെയായി പെന്തക്കോസ്തിലായിട്ട് സാമുദായിക കെട്ടുപാടുകൾ വിട്ടുകളഞ്ഞിട്ട് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഒത്തിരി നിന്നയും പഴിയും പരിഹാസവും ഒക്കെ കേട്ടിട്ടാണ് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്, ഒത്തിരി വില കൊടുത്ത ഇറങ്ങിയത്. പക്ഷേ ഇന്നും അപ്പന്റെ ഹൃദയം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പ്രിയ സഹോദര, നിങ്ങൾ പള്ളി വിട്ടതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വീട്ടുകാരെ വിട്ടതേ ഉള്ളൂ. അപ്പന്റെ ഗൃഹത്തിനകത്ത്, അപ്പന്റെ വീട്ടിനകത്ത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരാത്മീയനായി നിങ്ങൾ ഇന്ന് വരെ മാറിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ ചിന്തകളെ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. സ്തോത്രം. സമയം വേഗം അവസാനിക്കുന്നല്ലോ. ശ്രദ്ധിക്കൂ, അടുത്ത ഗൗരവമുള്ള മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ വീട്ടിനകത്തേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അപ്പന്റെ വീട്ടിനകത്തേക്ക് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? അപ്പന്റെ വീട്ടിനകത്ത് ഇപ്പോൾ അപ്പനുണ്ട്, സ്നേഹവാനായ അപ്പനുണ്ട്. അപ്പനോട് ചേർന്ന് പന്തിക്കിരിക്കുന്ന ആ പുത്രനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും, നാം മുടിയൻ പുത്രൻ എന്ന് പറഞ്ഞ്, ദ ലോസ്റ്റ് സൺ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളിയിരുന്ന മകൻ ദേ അപ്പന്റെ കൂടെ അകത്തിരിക്കുന്നു. അപ്പന്റെ കൂടെ വീട്ടിനകത്ത് the lost one is inside the home. വീടിനകത്ത് നഷ്ടമായി പോയി എന്ന് നമ്മൾ പറഞ്ഞവൻ വീട്ടിനകത്ത്. എൻ്റെ പ്രിയരെ, ഇതാ നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ഇതാ. ലോകം നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞതിനെ അനുതാപത്തോടെ മടങ്ങി വന്നാൽ സന്തോഷത്തോടെ സ്വീകരിച്ച് ഒപ്പം ഇരുത്താൻ മനസ്സുള്ള ഒരു പിതാവ് നമുക്കുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര വലിയ പാപം ജീവിതത്തിൽ സംഭവിച്ചാലും, എത്ര വലിയ തകർച്ച ജീവിതത്തിൽ സംഭവിച്ചാലും, എത്ര വലിയ പിന്മാറ്റം ജീവിതത്തിൽ സംഭവിച്ചാലും, എത്ര വലിയ അതിക്രമങ്ങൾക്കകത്ത് മുങ്ങിപ്പോയ വ്യക്തിയാണെങ്കിലും അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അനുതാപത്തോടെ കണ്ണുനീരോടെ തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കാതെ അപ്പന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് കണ്ണുനീരോടെ അവന്റെ അടുത്തോട്ട് ഓടി വരാൻ തയ്യാറായാൽ രണ്ട് കരവും നീട്ടി നിന്നെ സ്വീകരിച്ച് മാറോട് ചേർത്തണച്ച് അപ്പന്റെ ഒപ്പം ഇരുത്താൻ അവൻ നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവ് നമുക്കുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളും അപ്പന്റെ മടിയിൽ ഇരുന്ന് ആനന്ദിക്കുന്നെങ്കിൽ, അപ്പനോടൊപ്പം സന്തോഷിക്കുന്നെങ്കിൽ, അപ്പനോടൊപ്പം ആനന്ദത്തിൽ നമ്മൾ പങ്കാളികളാകുന്നെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ വിശുദ്ധിയുടെ കൂടുതലല്ല, നമ്മുടെ ജീവിതത്തിലെ വേർപാടിന്റെ കൂടുതലല്ല, നമ്മുടെ ജീവിതം പാവനവും പരിശുദ്ധമായി സൂക്ഷിച്ചത് കൊണ്ടല്ല. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് കരഞ്ഞപ്പോ അവന്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്റെ പാവങ്ങളെ കഴുകി കളഞ്ഞു, അവൻ എന്റെ അകൃത്യങ്ങളെ എന്നോട് അകറ്റിക്കളഞ്ഞു. അവന്റെ മകനായി അവൻ എന്നെ വീണ്ടും കൈക്കൊണ്ട് അവൻ എന്നെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പന്തിക്കിരിക്കാൻ യോഗ്യനായത്, വീട്ടിനകത്ത് പ്രവേശനം എനിക്ക് ലഭ്യമായത്. ഹല്ലേലൂയ. അവൻ എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ചു, അവൻ എന്റെ അകൃത്യങ്ങളെ എന്നോട് അകറ്റി.
എന്നെ ശുദ്ധീകരിച്ച് മകനായി എന്നെ കൈക്കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയവൻ അകത്ത വീട്ടിൽ അപ്പന്റെ കൂടെ, അപ്പനോടൊപ്പം. മറുവശത്ത് അടുത്ത ചിന്ത, നമ്മൾ ആത്മീയൻ എന്ന് പറഞ്ഞ, നമ്മൾ ഭക്തൻ എന്ന് പറഞ്ഞ, അപ്പന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് അപ്പന് നിന്നയുണ്ടാക്കാതെ ജീവിച്ച നമ്മുടെ ദൃഷ്ടിയിലെ ആത്മീയൻ ഇപ്പോൾ അവൻ എവിടെയാണ്? 28-ാമത്തെ വാക്യം, 15-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യം. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിക്കുന്നു. ഇപ്പോ മൂത്ത മകൻ എവിടെ നിൽക്കുന്നു? പുറത്ത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ജോസ് ബ്രദറെ, അമതരം ഈ മൂത്ത മകൻ ഇപ്പോൾ എവിടെയാ? പുറത്ത്. ഇളയ മകൻ ഇപ്പോൾ എവിടെയാ? അകത്ത് അപ്പന്റെ കൂടെ. ഇളയ മകൻ മുടിയൻ പുത്രൻ ഇപ്പോൾ അകത്ത് അപ്പന്റെ കൂടെ. മൂത്ത മകൻ ആത്മീയനെന്ന് നമ്മൾ വിശേഷിപ്പിച്ചവൻ പുറത്ത്, വീടിന് വെളിയിൽ. ഇനി നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. വാസ്തവത്തിൽ ആരാണ് ലോസ്റ്റ് സൺ? Who is the lost one? Give me the answer. Who is the lost one? അപ്പന്റെ മനസ്സ് പ്രാപിക്കാത്തവൻ, അപ്പന്റെ കാഴ്ചപ്പാടിലേക്ക് വരാത്തവൻ, അപ്പന്റെ ദർശനത്തിലേക്ക് വരാത്തവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ നടക്കുന്നു എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവൻ. പറയുന്നത് സത്യത്തിൽ നടക്കുന്നു എന്ന്, പറയുന്നത് ആത്മീയനെന്ന്, പറയുന്നത് പെന്തക്കോസ്തുകാരനെന്ന്, പക്ഷേ ജീവിതത്തിൽ ദൈവമായിട്ട് ബന്ധമില്ലാതെ, അപ്പന്റെ ഹൃദയം പ്രാപിക്കാതെ ജീവിതത്തെ വല്ലാത്ത നിലയിൽ കൊണ്ടുപോകുന്നവൻ വീടിന് പുറത്ത്. ഹി ഈസ് ദ ലോസ്റ്റ് വൺ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാമോ? Where we are standing now, വീടിനകത്താണോ പുറത്താണോ? നമ്മൾ നഷ്ടപ്പെട്ടവനാണോ അതോ കൈക്കൊള്ളപ്പെട്ടവനാണോ? എനിക്കറിയാം ഇതൊരു പരസ്യയോഗമല്ല, ഇതൊരു കൺവെൻഷൻ യോഗമല്ല, ഇതൊരു പബ്ലിക് മീറ്റിംഗ് അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പക്ഷെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കാം, എവിടെയാ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ നഷ്ടപ്പെട്ടവരുടെ ഗണത്തിലാണോ അതോ പിതാവിന്റെ സന്തോഷത്തിൽ പിതാവിനോടൊപ്പം ഇരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഹല്ലേലൂയ. ആക്ഷേപിച്ച് തള്ളിക്കളയാൻ എളുപ്പമാണ്, പക്ഷെ അനുദപിച്ച് മടങ്ങി വരാൻ, കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ, കണ്ണുനീരോടെ ഏറ്റുപറച്ചിലോടെ പിതാവിന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരെ ക്ഷണിക്കുകയാണ്. പിതാവിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ഈ സമയം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ, ദൈവസന്നിധിയോടെ ഒന്ന് അടുത്തു വരുവാൻ, പരമാർത്ഥ ഹൃദയത്തോടെ അപ്പന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ആത്മാർത്ഥമായി അതിനുവേണ്ടി സമർപ്പിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഒരു നിമിഷം നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? ഹൃദയംഗമായി പരമാർത്ഥതയോടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവരാണ് നാമെങ്കിൽ നാം ഫോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഫോഷ്ക്ക് പറയുന്നുണ്ടോ? ഞാൻ സത്യമാണോ പറയുന്നത്? ഞാൻ പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഞാൻ മൂത്തപുത്രന്റെ സ്ഥാനത്താണോ ഇളയപുത്രന്റെ സ്ഥാനത്താണോ? സ്നേഹനിധിയായൊരു പിതാവ് ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ തന്നെ തന്നോടൊപ്പം ഇത്രയും നാൾ നിന്നിട്ട് അപ്പന്റെ കാഴ്ചപ്പാട് പ്രാപിക്കാതെ പുറത്തു നിന്ന് കോപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ മകന്റെ അടുക്കൽ വന്നിട്ട് അപ്പൻ അവനോട് അപേക്ഷിക്കുകയാണ്, നീയും അകത്തേക്ക് വരിക മകനെ, നീയും അകത്തേക്ക് വരിക, നമുക്കൊരുമിച്ച് സന്തോഷിക്കാം. നിന്റെ സഹോദരൻ മടങ്ങി വന്നതിൽ നമുക്കൊരുമിച്ച് സന്തോഷിക്കാം. അതെ, ആ അപ്പൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മളോട്, ആ അപ്പൻ നമ്മോട് അപേക്ഷിക്കുകയാണ്.
പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിലേക്കൊന്ന് വരിക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറുണ്ട്? ആ കൂട്ടായ്മയിലേക്ക് വരുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു, ഈ പ്രസംഗം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം, നമ്മെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം, ഒരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കണം. നാം നമ്മുടെ ഡേറ്റയൊക്കെ ചെലവാക്കി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്നത് വെറുതെ ആയി എന്ന് വരാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ ഒന്ന് സ്വയം ശോധന ചെയ്യൂ, ഒന്ന് സ്വയം സമർപ്പിച്ചു കൊടുക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. വേർ ഐ ആം സ്റ്റാൻഡിങ്. ഞാൻ എവിടെയാ നിൽക്കുന്നത്? വീടിനകത്താണോ പുറത്താണോ? ശരിക്കും പറയുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായി ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വീക്ഷണം, കർത്താവിൻ്റെ കാഴ്ചപ്പാട് എനിക്കുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ സമയം. ഏറ്റുപറയൂ, അനുദപിക്കൂ, ഒന്ന് കരയൂ, ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ കരയൂ. ദൈവത്തോട് പറയൂ, കർത്താവേ എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ വിശ്വസ്തനാക്കണമേ. ഒരു പഴയ പാട്ടിന്റെ ഈരടികളുണ്ടല്ലോ, വിശ്വസ്തനാക്കെന്നെ കർത്താവേ, വിശ്വസ്തനാക്കെന്നെ കർത്താവേ, ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓരോ ദിവസവും കൃപദാ. ഓ ഹല്ലേലൂയ. എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ വിശ്വസ്തനാക്കണമേ. വാക്കും പ്രവൃത്തിയും സൂക്ഷിക്കുന്ന വിശ്വസ്തൻ, ദൈവത്തിന് പ്രിയമുള്ള വിശ്വസ്തൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. ഹല്ലേലൂയ. ദൈവത്തിന് കൊള്ളാകുന്നവൻ, ദൈവത്തിന് പ്രസാദമുള്ളവൻ, അതെ വിശ്വസ്തൻ. കർത്താവിന് വേണ്ടത് വിശ്വസ്തന്മാരെയാണ്. യഹോവ മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്നു. ഞാൻ ആ വിശ്വസ്തന്മാരുടെ ഗണത്തിലാണോ? അല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. നാളത്തേക്ക് പോലും മാറ്റിവെക്കരുത്. ഇന്ന് രാത്രിയിൽ ഉറക്കത്തിലേക്ക് പോയിട്ട് അടുത്ത പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ കഴിയുമെന്നൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതം. ഇന്നു രാത്രിയിൽ, ഇപ്പോൾ, ഈ നിമിഷം പരമാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കൂ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുവാൻ ഇന്നു രാത്രി ഞാൻ തീരുമാനിക്കുന്നു. എന്റെ ശിഷ്ടായുസ് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നതിനായി ഞാനിതാ വേർതിരിക്കുന്നു. കർത്താവ് കാണിച്ചു തന്നതുപോലെ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുവാൻ കർത്താവെ ഇന്നു രാത്രി ഞാൻ തീരുമാനിക്കുന്നു. എനിക്ക് ദൈവം തരുന്ന ഏറ്റവും അടുത്ത സമയത്ത് ഞാൻ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കാൻ തയ്യാറാണ്. ഹൃദയംഗമായി അതിനെ ആഗ്രഹിക്കൂ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കൂ. കർത്താവേ, അന്യഭാഷ അടയാളത്തോടുകൂടെ എന്റെ കർത്താവിനെ സത്യത്തിനും ആത്മാവിനും ആരാധിക്കാൻ, വിശ്വസ്തനായി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിന്റെ നിറവ് എനിക്ക് തരണമേ കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കൂ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായിട്ടും അവൻ പല കാരണങ്ങൾ പറഞ്ഞ് ഉഴപ്പി ഉദാസീനതയോടെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിക്കും. കർത്താവേ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവിനെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക ദൗത്യ നിർവഹണത്തിന് ഞാനിതാ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, പരമാർത്ഥമായ ഒരു തീരുമാനമെടുക്കൂ. വ്യക്തിപരമായ ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടുന്ന മേഖലകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെങ്കിലും ഒക്കെ നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ടെങ്കിൽ, ആരുടെങ്കിലും ഒക്കെ ഏറ്റുപറയേണ്ടതുണ്ടെങ്കിൽ, ശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ടെങ്കിൽ, ക്രമീകരണം പ്രാപിക്കേണ്ടതുണ്ടെങ്കിൽ, അഹങ്കാരത്തിന്റെ മസിൽപിടുത്തത്തിന്റെ ചിന്താഗതികൾ മാറ്റിവെച്ചിട്ട് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് ദൈവസ്ഥലം തീരുമാനമെടുക്കും. കർത്താവേ, അപ്പൻ സ്വീകരിക്കുന്നതിനെ സ്വീകരിക്കാൻ എനിക്കും ഒരു മനസ്സ് തരണമേ. അപ്പൻ ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളാൻ എനിക്കും ഒരു മനസ്സ് തരണമേ. ഹല്ലേലൂയ. ചത്താലും മറക്കത്തില്ലെന്ന് ഞാൻ പല കാര്യങ്ങളിലും വാശി പിടിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിലും ഞാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ട്, ശഠ്യം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ വചനത്തിന് മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ വിട്ടുകളയാൻ തയ്യാറാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, ഞാൻ ശുദ്ധീകരണം പ്രാപിക്കാൻ തയ്യാറാണ്, ഞാൻ ആത്മതപനം ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് വിശ്വസ്തനാകണം, എനിക്ക് എന്റെ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനാകണം, എനിക്ക് എന്റെ ദൈവത്തിന്റെ ഹൃദയമുള്ളവരാകണം. ഹല്ലേലൂയ.
എത്ര കാലം ഈ ഭൂമിയിലുണ്ടെന്ന് അറിയില്ല സുഹൃത്തെ, എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അറിയില്ല സഹോദരി. ഇന്ന് രാത്രിയിൽ കർത്താവിനോട് സംസാരിക്കേ, ഇന്ന് രാത്രി ദൈവത്തോട് സംസാരിക്കേ. ഉഴപ്പുന്ന പെന്തക്കോസ്ത് ജീവിതം അവസാനിപ്പിക്കേ, ഉദാസീനമായ പെന്തക്കോസ്ത് അനുഭവങ്ങൾ അവസാനിപ്പിക്കേ, കൂട്ടത്തിലുള്ള ആത്മീയതയുടെ അഭിനയങ്ങൾ അവസാനിപ്പിക്കേ, ആത്മീയത്തിന്റെ മുഖം മൂടികൾ വലിച്ചു കീറ്. എന്നിട്ട് യാഥാർത്ഥ്യമായ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തോട് അടുത്തുവാ, ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കുന്നു. ഷാർജ ദൈവസഭയിൽ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അഭിഷിക്തനായ ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട ദൈവജനത്തിനു ഭാഗം ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഞങ്ങളിൽ വന്നു പോയത് ഞങ്ങൾ സമ്മതിക്കുകയും അവയെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇല്ല പച്ച, ഹല്ലേലൂയ, ഇനിയും ഞങ്ങളത് തുടരില്ല. കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അവസരം, കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ആരോഗ്യം, കർത്താവ് ഞങ്ങൾക്ക് തരുന്നതെല്ലാം ദൈവനാമത്തിന് വേണ്ടി വിശുദ്ധമായി വിശ്വസ്തമായി ഉപയോഗിക്കുവാൻ ഇതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. വിശ്വസ്തരുടെ കൂട്ടത്തിൽ ഷാർജ ദൈവസഭയിൽ നിന്ന് ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ വചന കേൾവിയാൽ ദൈവസഭയിൽ തീരുമാനത്തോടെ സമർപ്പണത്തിലായിരിക്കും ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തുടർന്നും ക്രിയ ചെയ്തുകൊണ്ടിരിക്കണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്ന അളവിൽ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. കർത്താവേ, കൃപയിൽ ഞങ്ങളെ പൊതിയണം. സഭയെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കിയ പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ടി ശാമുൽ അവർക്ക്, എന്നെ ക്ഷണിച്ച ബ്രദർ വിൻസെന്റ് എബ്രഹാം അവർക്ക്, എന്നെ ശ്രദ്ധിച്ച ബാക്കി എല്ലാ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിവരായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗാഡ് ബ്ലസ് യു.